ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ. സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ. സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രാജകീയ വംശമേവ രാജാധിരാജനാ നവ്യഗാനം ആലപിക്കാൻ ഭവ്യതയാർന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യമായി അവിടുന്ന് എൻ്റെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്നു. അവിടുത്തെ മുമ്പിലായിരിക്കുവാൻ അവിടുന്ന് എനിക്കൊരു അവസരവും ഉണ്ടാക്കിയിരിക്കുന്നു. എൻ്റെ കർത്താവെ, ഞാനും നീയും പരസ്പരം നോക്കി ഒന്നിച്ചിരിക്കുന്ന അല്പസമയമാണല്ലോ ഇത്. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞാൻ സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവെ, മനസ്സ് വെച്ചാൽ ഒത്തിരി പേർക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം, അവസരം അവിടുന്ന് എനിക്ക് ഒരുക്കി തന്നു. ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തെ ഇതുവരെ കൈപിടിച്ച് നടത്തിയത് അവിടുന്നാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. എല്ലാം അവിടുത്തെ കാരുണ്യമാണ്, കൃപയാണ്. അവിടുന്നാണ് എന്നെ വളർത്തിയത്, അവിടുന്നാണ് എന്നെ നട്ടുപിടിപ്പിച്ചത്, അവിടുന്നാണ് എന്നെ കൊണ്ടു നടന്നത്, അവിടുന്നാണ് എനിക്ക് വിജയം നൽകിയത്, അവിടുന്ന് തന്നെയാണ് വീഴാതെ എന്നെ സംരക്ഷിച്ചത്. അഥവാ വീണുപോയപ്പോൾ പിടിച്ചെഴുന്നേൽപ്പിച്ചതും അവിടുന്ന് തന്നെയാണ്. നമ്മളെ സംരക്ഷിച്ച് വഴി നടത്തിയ കർത്താവിന് ആരാധനയും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് നന്ദി പറയാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. സ്നേഹമുള്ളവരെ, ദൈവം നിർത്തിയതാണ്, ദൈവം നടത്തിയതാണ്. ദൈവത്തിന് സ്തുതി എന്ന ഹൃദയത്തിൽ നമുക്കൊരിക്കൽ കൂടി ഏറ്റുപറയാം. ഇത് പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായി അൾത്താരയിലും ദിവ്യകാരുണ്യമായി നമ്മുടെ ഹൃദയത്തിലും വസിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തെ അല്പം കൂടി വിലമതിക്കുവാനും ഉപയോഗപ്പെടുത്തുവാനുമുള്ള ഒരു പുതിയ ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തെപ്പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. വാഗ്ദാന പേടകം 3 വസ്തുക്കളാണ് വാഗ്ദാന പേടകത്തിലുണ്ടായിരുന്നത്. ഒന്ന്, ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള യാത്രയിൽ മരുഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് വർഷിച്ച മന്നയിൽ നിന്ന് ഒരു പാത്രത്തിലെടുത്ത് വെച്ച ഭാഗം, അതായത് കുറച്ച് മന്ന. 2, അഹറോൻ്റെ തളിർത്ത വടി. 3, 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലകകൾ സിനായി മലയിൽ വെച്ച് മൂശയ്ക്ക് കർത്താവ് കൊടുത്ത ആ 10 കൽപ്പനകൾ എഴുതിയ കല്ലുകൾ. ഇത് 3മാണ് വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നത്. ഈ വാഗ്ദാന പേടകത്തെ ഇസ്രായേൽക്കാർ വളരെ ആദരവോടും ബഹുമാനത്തോടും ഭയത്തോടും കൂടിയാണ് സമീപിച്ചിരുന്നത്. ചുമതലപ്പെടുത്തിയതല്ലാതെ മറ്റാരെങ്കിലും ഈ വാഗ്ദാന പേടകത്തെ തൊട്ടാൽ അവർ മരിക്കുമായിരുന്നു. അങ്ങനെ മരിച്ച സംഭവങ്ങൾ വരെ ഉണ്ട്. ഇതാണ് വാഗ്ദാന പേടകം. ഇനി ഒരു സംഭവം പറയാം. ഒരിക്കൽ ഫിലിസ്ത്യർ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേൽക്കാർ വിചാരിച്ചു, ഫിലിസ്ത്യരെ വളരെ എളുപ്പം തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് അവർ ആ ആത്മവിശ്വാസത്തോടാണ് യുദ്ധത്തിന് ഇറങ്ങിയത്. പക്ഷേ ആ യുദ്ധത്തിൽ ഫിലിസ്ത്യർ ജയിച്ചു, യഹൂദർ തോറ്റു. ഏതാണ്ട് 4000 യഹൂദന്മാർ ഫിലിസ്ത്യരാൽ കൊല്ലപ്പെട്ടു. ജയിക്കുമെന്നുള്ള ഭയങ്കര ആത്മവിശ്വാസത്തിൽ പോയിട്ട് തോക്കുകയും 4000 പേര് കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് യഹൂദർക്കൊരു ഷോക്കായി. അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ കൂടി ഇരുന്ന് ആലോചിച്ചു, എന്തുകൊണ്ട് നമ്മൾ തോറ്റു? അവർക്ക് ഉത്തരം കിട്ടിയില്ല. എന്തുകൊണ്ട് തോറ്റു എന്ന് ഉത്തരം കിട്ടിയില്ല. അതുകൊണ്ട് അടുത്ത ദിവസം യുദ്ധത്തെ തോൽക്കാതിരിക്കാൻ എന്താ വഴി എന്നവർ ചിന്തിച്ചു. അപ്പം അവരതിനൊരു പരിഹാരം കണ്ടെത്തി. വാഗ്ദാന പേടകം യുദ്ധസ്ഥലത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ വാഗ്ദാന പേടകം മറ്റേതോ സ്ഥലത്തായിരുന്നത്. അപ്പോൾ ആളുകൾ അയച്ച് വളരെ ആഘോഷമായിട്ട് ഈ വാഗ്ദാന പേടകം യുദ്ധസ്ഥലത്തേക്ക് ഇസ്രായേൽ പട്ടാളക്കാരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ യഹൂദന്മാർ വലിയ ആഹ്ലാദ ആരവത്തോടും ഉച്ചത്തിലുള്ള ശബ്ദത്തോടും കൂടിയാണ് വാഗ്ദാന പേടകത്തെ സ്വീകരിച്ചത്. കുറച്ചപ്പുറത്ത് ഫിലിസ്ത്യർ പട്ടാളക്കാരുടെ ക്യാമ്പുണ്ട്. അപ്പോൾ ഈ ഇസ്രായേൽക്കാരുടെ പാളയത്തിലെ ഈ അട്ടഹാസവും ബഹളവും ഫിലിസ്ത്യർ കേട്ടു. അവരതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇസ്രായേൽ പട്ടാളത്തിൻ്റെ അടുത്തേക്ക് വാഗ്ദാന പേടകം കൊണ്ടുവന്നിട്ടുണ്ട്, അതിൻ്റെ ആരവമാണ് നമ്മൾ കേൾക്കുന്നത്. എന്നിട്ട് ഫിലിസ്ത്യർ പറഞ്ഞ ഒരു 2-3 വചനങ്ങളുണ്ട്. അതാണ് ഞാനിപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ പോണത്. 1 സാമുവേൽ 4-ാം അധ്യായം 7-8 വചനങ്ങൾ. അതിങ്ങനെയാണ്: അപ്പോൾ ഫിലിസ്ത്യർ ഭയചകിതരായി. അവർ പറഞ്ഞു, പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട്, നമ്മൾ നശിച്ചു, മുൻപൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല. ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആര് നമ്മെ രക്ഷിക്കും? മരുഭൂമിയിൽ വെച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണവർ. അപ്പോൾ ഈ വാഗ്ദാന പേടകത്തെപ്പറ്റി ഫിലിസ്ത്യരുടെ കാഴ്ചപ്പാടാണത്. ആ വാഗ്ദാന പേടകത്തോടൊപ്പം ദേവന്മാരെത്തിയിട്ടുണ്ട്. ആ ദേവന്മാർ ശക്തിയുള്ളവരാണ്. മരുഭൂമിയിൽ വെച്ച് അനേക രാജാക്കന്മാരെ നിഹനിച്ചതാണ്, ആളുകളെ കൊന്നതാണ്. ഇനി നമുക്കും രക്ഷയില്ല. അപ്പോൾ നോക്കി, ആ മന്നയും അഹറോൻ്റെ വടിയും 10 കൽപ്പനകളും സൂക്ഷിച്ച ആ പേടകത്തിന് അത്രയും ശക്തിയുണ്ടെന്ന്, ആ പേടകത്തോടുകൂടി ദൈവത്തിൻ്റെ ഉന്നതമായ സാന്നിധ്യമുണ്ടെന്ന് ഈ ഫിലിസ്ത്യർ തിരിച്ചറിഞ്ഞു. അവരിവിടെ ഇരുന്ന് ഭയപ്പെടുകയാണ്. തുടർന്നുള്ള യുദ്ധത്തിലൊക്കെ ഇസ്രായേൽക്കാർ ജയിച്ചു. അവരോട് കൂടെയുള്ള ദൈവം അവർക്ക് വേണ്ടി
യുദ്ധം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുക, ഈ വാഗ്ദാന പേടകത്തിലെ ആ 10 കൽപ്പനയിലെ കൽപ്പനകളെക്കാളും അഹ്റോൻ്റെ തളിർത്ത വടിയേക്കാളും ഒരു പാത്രത്തിലേക്ക് കുറച്ച് മന്നയേക്കാളും എത്രയോ ശക്തനായ ഒരു ദൈവം തൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിലൂടെ ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ അടുത്തുണ്ട്. നമ്മുടെ ദേവാലയത്തിലുണ്ട്, ആരാധന നടക്കുന്ന അൾത്താരകളിലുണ്ട്. അതിനേക്കാളുപരി ഈ ദേവൻ ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, ആത്മാവിലേക്ക് വരുന്നുണ്ട്. എന്നിട്ടും നമ്മൾ നോക്കണേ, ഇത്രയും വലിയ ഒരു ദേവൻ കയ്യിലിരുന്നിട്ട് ആ ദേവൻ്റെ ശക്തി, ദേവൻ എന്ന വാക്ക് ആ ഫിലിസ്ത്യരുടെ ഇത് വെച്ച് ഞാൻ പറയുന്നതെന്നുള്ളൂ കേട്ടോ, ഇത്ര ശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് നമ്മുടെ സക്രാരിയിൽ, നമ്മുടെ ദേവാലയത്തിൽ, നമ്മുടെ അൾത്താരയിൽ വസിച്ചിട്ട് ദിവ്യകാരുണ്യത്തിലൂടെ അവൻ നമ്മളിലേക്ക് വന്നിട്ട് ആ ദേവൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ആ ദേവൻ്റെ ശക്തി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഒരു ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ പോലുമെങ്കിലും ആ ദേവൻ്റെ അല്പശക്തി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അനുഭവപ്പെടുന്നുണ്ടോ? അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ ഒരല്പം ക്ഷീണം കുറഞ്ഞതായിട്ട്, ഒരു മന്ദത കുറഞ്ഞതായിട്ട്, ഒരു അലസത കുറഞ്ഞതായിട്ട്, ഒരു നിർവികാരത കുറഞ്ഞതായിട്ട്, ഒരു ഭയം വിട്ടുപോയതായിട്ട്, ഒരു ടെൻഷൻ കുറഞ്ഞതായിട്ട്, കുറെ കൂടി ഒരു ഉണർവ് കിട്ടതായിട്ട് നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ ഓർക്കുക, 1-2 ധ്യാനത്തിൻ്റെ ഇടയ്ക്കൊക്കെ ധ്യാനം കൂടാൻ വന്ന ചില ഹൈന്ദവരായ അഥവാ അക്രൈസ്തവരായ ചില ആളുകൾ പറഞ്ഞ ഒരു കാര്യം, ഒരിക്കൽ ഒരു ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഒരു അക്രൈസ്തവ വ്യക്തി ചോദിച്ചു, അച്ഛാ, ആളുകൾക്ക് കുർബാന കൊടുക്കുമ്പോൾ ഇവിടെ ഒരു തട്ടം പിടിക്കൂലേ, ഞാൻ ആ തട്ടം ഒന്ന് പിടിച്ചോട്ടെ അച്ഛാ. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? അച്ഛാ, എനിക്ക് ഈശോയെ സ്വീകരിക്കാൻ പറ്റില്ല. കുർബാന കൊടുക്കുമ്പോൾ ആ തട്ടത്തിലെങ്കിലും ചെറിയ പൊടികൾ വീഴുമല്ലോ, അപ്പോൾ എൻ്റെ കയ്യിൽ പിടിക്കുന്ന ആ പാത്രത്തിലല്ലേ ആ പൊടി ഈശോ വരുന്നത്, അതെങ്കിലും എനിക്ക് എൻ്റെ കയ്യിലൊന്ന് പിടിക്കാമല്ലോ എന്ന്. വേറെ ആൾ എന്നോട് പറഞ്ഞ, എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് എൻ്റെ അടുത്തിരിക്കുന്ന ആൾ കുർബാന സ്വീകരിച്ച് വരുമ്പോൾ ഞാൻ എൻ്റെ ശരീരം ആ ആളുടെ ശരീരത്തെ മുട്ടിക്കും. അങ്ങനെയെങ്കിലും എന്നിലേക്കൊരു ചൈതന്യം വരട്ടെ എന്ന്. ഇങ്ങനെയൊക്കെ ഈ ദേവൻ്റെ ശക്തി തിരിച്ചറിയാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ ഇടയിൽ ഈ വലിയ പകർച്ചവ്യാധി വന്നു, വലിയ പ്രതിസന്ധിയിലാണ്. നമ്മുടെ എല്ലാ ദേവാലയത്തിലും സക്രാരിയിലെ ദേവൻ ഇരിപ്പുണ്ട്, യേശു ഇരിപ്പുണ്ട്. പക്ഷേ ഈ യേശുവിൻ്റെ അടുത്ത് നമ്മളിൽ എത്ര പേർക്ക് ഒന്നിച്ചു കൂടാൻ പറ്റി? ഒന്നിച്ചല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒന്നിച്ചു കൂടാൻ പറ്റി. ഈ ദേവൻ്റെ അടുത്ത് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയോ? ഒന്ന് സംഘാതമായിട്ട് ഈ ദേവനെ ഒന്ന് വിളിക്കാൻ നമുക്ക് പറ്റിയോ? ഈ പ്രതിസന്ധിയിൽ നമ്മളെ ഒന്ന് കരകയറ്റണമേ, ഈ പകർച്ചവ്യാധി ഒന്ന് ബന്ധിക്കണമേ, ഞങ്ങൾക്കൊരു സൗഖ്യം തരണമേ, തകർന്നു പോയി ലോകത്തെ ഒന്ന് പുതുക്കി പണിയണമെന്ന് ഈ ദേവൻ്റെ അടുത്ത് നമ്മളിൽ എത്ര പേർക്ക് ഒന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ പറ്റി? നമ്മൾ വിലാപമാണ്, എല്ലായിടത്തും വിലാപമാണ്. ജോലി പോയി, ബിസിനസ് പോയി, കടയില്ല, അതില്ല, ഇതില്ല, വിലാപങ്ങൾ മാത്രമാണ്. വിലാപത്തിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകണം. അതായത് ഈ വിലപിക്കുന്ന കാര്യങ്ങളിൽ ഇടപെട്ട് രക്ഷിക്കുവാൻ കഴിയുന്ന യേശുക്രിസ്തു എന്ന ഒരു ദേവൻ നമുക്കുണ്ട്. അവൻ നമുക്ക് സമീപസ്ഥനാണ്, നമ്മുടെ കൂടെയുണ്ട്. ദിവ്യകാരണത്തിൽ അവൻ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വരുന്നു. അപ്പം ആ ദേവൻ്റെ ശക്തി നമ്മൾ അല്പം കൂടി തിരിച്ചറിയാം. ആ ദേവനെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ആദരിക്കുക. ആ ദേവൻ്റെ നയിക്കപ്പെടലിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒന്നുകൂടി വിട്ടുകൊടുക്കുക. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സ്ഥാപനങ്ങളെ, കുടുംബങ്ങളെ, പ്രതിസന്ധികളെല്ലാം വിട്ടുകൊടുക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. യഹൂദന്മാർ ഫിലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ തോറ്റപ്പോൾ അവരെ കാരണം അന്വേഷിച്ചു. അവർക്ക് കാര്യം മനസ്സിലായി. ദേവൻ അഥവാ വാഗ്ദാന പേടകം, കർത്താവ് നമ്മുടെ കൂടെ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ തോറ്റത്. അവർ വാഗ്ദാന പേടകം വഴി കർത്താവിനെ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. കൊണ്ടുവന്നു. ആഹ്ലാദാദരവോടെ അവർ വാഗ്ദാന പേടകത്തിൽ
കൂടെ വസിക്കുന്ന കർത്താവിനെ സ്വീകരിച്ചു. അതിൻ്റെ അലയൊലകൾ ശത്രുപാളയത്തിലെത്തി. അവർ ഭയപ്പെട്ട് പറഞ്ഞു, പാളയത്തിൽ ദേവന്മാരെത്തി, നമ്മൾ നശിച്ചു, ഇനി നമുക്ക് രക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, ഇത്രയും ശക്തനായ ഒരു ദൈവം കൂടെയുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹം. എന്നിട്ട് നമ്മൾ യുദ്ധത്തിൽ തോക്കുകയാണോ? നമ്മൾ പരാജയപ്പെടുകയാണോ? നമ്മൾ പുറന്തള്ളപ്പെടുകയാണോ? നമ്മൾ നിസ്സഹായരാവുകയാണോ? നമ്മൾ ദുർബലരാവുകയാണോ? നമ്മൾ മറ്റുള്ളവരുടെ അവഹേളനത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ചിന്തിക്കാം, ധ്യാനിക്കാം. അതുകൊണ്ട് ഈ ദിവ്യകാരണത്തിൽ എഴുന്നള്ളിരിക്കുന്ന നസ്രായനായ യേശുവിന്, ഈ ദേവന് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ലോകത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ യുദ്ധങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പരിശ്രമങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നീ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ. ശത്രുക്കളോട് നീ തന്നെ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ. യുദ്ധം ചെയ്യുന്ന ഞങ്ങളുടെ കരങ്ങളെ നീ ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് വിജയം നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് ഈ ഈരടികൾ ഏറ്റുചൊല്ലി കർത്താവെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വിജയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോലെ. പഴയ നിയമത്തിൽ എങ്ങനെ ഒരു വചനമുണ്ട്, ദൈവം ഇത്രമാത്രം സമീപസ്ഥനായ ഒരു ജനത വേറെ ഏതാണുള്ളത്? ദൈവം ഇത്രമാത്രം സമീപസ്ഥനായ ഒരു ജനത വേറെ ഏതാണുള്ളത്? ഒരു ജനതയുമില്ല. എന്നിട്ടും ദൈവം എത്രമാത്രം സമീപസ്ഥനായ, ദൈവം കൂടെയുള്ള ഈ ജനത പരാജയപ്പെടുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഈ ജനത ഈ ദേവൻ്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ ദേവൻ്റെ സഹായത്തിൽ അഭയം തേടുന്നില്ല. ഈ ദേവൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നില്ല. നമുക്ക് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കാം. കർത്താവേ, നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയും ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും ദിവ്യകാരുണ്യത്തിൽ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും വേണ്ട വിധം അവിടുത്തെ ശക്തി ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ കുർബാന സ്വീകരണത്തിന് മുമ്പും കുർബാന സ്വീകരണം കഴിയുമ്പോഴും നമ്മുടെ മാനസിക അവസ്ഥയിൽ, ആത്മീയ അവസ്ഥയിൽ, ശാരീരിക അവസ്ഥയിൽ യാതൊരു മാറ്റവും തോന്നുന്നില്ല എങ്കിൽ ഈ ദേവൻ നമ്മളിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. നേരെ തിരിച്ച് ഒരു ബലിയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മൾ കുറേ കൂടി ഒരു ഉണർവുള്ളവരായി മാറിയെങ്കിൽ യേശുവിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമാകുന്നുണ്ട്. കർത്താവേ, അതുകൊണ്ട് ഒരിക്കൽ കൂടി സഭയെ ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ,
ആത്മാവാ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. സഭയെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളെയും അധികാരികളെയും വൈദികരെയും സമർപ്പിതരെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ആഗോള സഭയെ അവിടുന്ന് ഉണർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഉണർന്നാൽ തിരുസഭയുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ആത്മാവാ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ തിരുസഭയുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. ഒരുപക്ഷെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ കാണും, വഴക്ക് കാണും, സ്നേഹരാഹിത്യം കാണും, പരസ്പരം കുറ്റം പറയുന്നുണ്ടാവും. അതുകൊണ്ട് ഒന്നും സാഹചര്യം മാറുന്നില്ല. കർത്താവിന് നമ്മുടെ കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ, കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് യുദ്ധം ചെയ്യണമേ. ആത്മീകവും ബൗദ്ധികവുമായ പുരോഗതി ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഉണർന്നാലെൻ കുടുംബമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. കർത്താവേ, സ്തോത്രം. ഞാൻ ഉണർന്നാലെൻ കുടുംബമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും സമർപ്പിക്കുക. എത്രയോ സ്ഥാപനങ്ങൾ തളർന്നും കിതച്ചു വയ്ക്കുക മുന്നോട്ട് പോകുന്നത്. അറിവുള്ളവരവിടെയുണ്ട്, വിദ്യാഭ്യാസമുള്ളവരവിടെയുണ്ട്. പക്ഷെ ആ സ്ഥാപനം മാത്രം രക്ഷപ്പെടുന്നില്ല. ദൈവത്തിന് ആ സ്ഥാപനത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ആ സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്നവരെ, അധികാരികളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, നിന്നെ അവിടെ പ്രതിഷ്ഠിക്കുവാനുള്ള അഭിഷേകം നൽകണമേ. നീ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമേ. നീ അതിൻ്റെയും അതിന് നേതൃത്വം നൽകുന്നവരുടെയും അവിടെ സേവനം ചെയ്യുന്നവരുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. നീ യുദ്ധം നയിച്ച് ആ സ്ഥാപനത്തെ വിജയത്തിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ആത്മാവാ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ആത്മാവാ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഇനി ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോഴും ദിവ്യകാരണത്തിൽ ഈശോയെ സ്വീകരിക്കുമ്പോഴും അവിടുത്തെ ശക്തി നമ്മളിൽ പ്രകടമാകാൻ നമുക്ക് ആഗ്രഹിക്കാം. ശരീരത്തിന് സൗഖ്യമായി, മനസ്സിന് സൗഖ്യമായി, ആത്മാവിന് ഉണർവായി, ജീവിതത്തിന് പുതിയൊരു ശുഷ്കാന്തിയായി ദൈവത്തിൻ്റെ ശക്തി ഓരോ ദിവ്യബലിയിലും ദിവ്യകാരണത്തിലും ആരാധനയിലുമൊക്കെ നമ്മളിൽ പ്രകടമാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തി നിറയ്ക്കണമേ, ശക്തി നിറയ്ക്കണമേ. കർത്താവേ, ശക്തി നിറയ്ക്കണമേ. നാഥാ, ശക്തി നിറയ്ക്കണമേ. ശക്തി നിറയ്ക്കണമേ, ശക്തി നിറയ്ക്കണമേ. ശക്തി നിറയ്ക്കണമേ, നാഥാ, ശക്തി നിറയ്ക്കണമേ. കർത്താവേ, നിന്റെ മുമ്പിൽ ഇപ്പോൾ എത്രയോ പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ പേര് നിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ശക്തി അവരിൽ നിറയ്ക്കണമേ. നിന്റെ സൗഖ്യം അവരിൽ നിറയ്ക്കണമേ. അവർക്ക് വിടുതലും വിമോചനവും നൽകണമേ. അവരെ ഉണർത്തണമേ. അവരുടെ കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പിതാവായ ദൈവമേ, പത്രോസ് ഒരിക്കൽ പ്രാർത്ഥിച്ചു. ഓ പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനമായ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. പത്രോസ് അങ്ങനെ പ്രാർത്ഥിച്ച ഉടനെ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഉണ്ടായി. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടായി. അവരിരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങി. ഓ പിതാവായ ദൈവമേ, അതേ പുത്രനായ ഞങ്ങളുടെ രക്ഷകനായ നസറായനായ യേശുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, സ്ഥാപനങ്ങളിൽ
അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, മനസാന്തരങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുണ്ടാകട്ടെ, കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ഞങ്ങളുടെ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. അല്പസമയം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിന്റെ ശക്തി ഒഴുകണമേ. നിന്റെ നാമത്തിൽ ഇപ്പൊ നിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവേ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കണമേ, കൃപകൾ ചൊരിയണമേ, അധികവും ഭൗതികമായ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നല്ല വീര്യപ്രവർത്തികൾ കണ്ടിടട്ടെ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നല്ല വീര്യപ്രവർത്തികൾ കണ്ടിടട്ടെ. നീ തരിക കൃപ മാറി പോലെ. നിശബ്ദതയിൽ ഈശോയോട് പറയാനുള്ളതെല്ലാം ഇപ്പം പറയാം. നമ്മുടെ ആഗ്രഹങ്ങൾ, നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, സങ്കടങ്ങൾ, നിസ്സഹായതകൾ, ബലഹീനതകൾ എല്ലാം പറയാം. കർത്താവേ, 10 കൽപ്പനകൾക്ക് ഒരു യുദ്ധം ജയിക്കാൻ ഇസ്രായേൽക്കാരെ സഹായിക്കാൻ കഴിഞ്ഞെങ്കിൽ സജീവനായ നിന്റെ സാന്നിധ്യത്തിന്, ഞാൻ സ്വീകരിക്കുന്ന ദിവ്യ കാരുണ്യത്തിന് എന്നെ എത്രമാത്രം രക്ഷിക്കുവാൻ കഴിയും, എത്രമാത്രം എന്നെ അനുഗ്രഹിച്ചുയർത്താൻ കഴിയും. കർത്താവേ, നിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. എന്നെ സ്വീകരിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ നയിക്കണമേ, യുദ്ധത്തിൽ കൂടെയായിരുന്ന് വിജയിപ്പിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 എന്നീശോയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.